CMRL-ലുമായുള്ള ഇടപാടുകൾ അത് സുതാര്യമാണ്, നിയമപ്രകാരമാണ് എന്ന് വീണ വിശദീകരിക്കുന്നു. കരാർ പ്രകാരമുള്ള പണം കൈമാറ്റം നടന്നു. അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിന്റെ ഭാഗമായാണ്. ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങനെ ആയിരുന്നില്ലല്ലോ വന്നത്. ഈ നിലപാട് വിശദീകരണം അത് ഈ കേസിൽ അനുകൂലമായ ഒരു വിധിയിലേക്ക് എത്തും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിന് വിരുദ്ധമായി ഒരു വസ്തുതയും പുറത്തു വന്നിട്ടില്ല. ഈ കേസിലെ ഒരു അന്വേഷണ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കോ എതിരായി നാട്ടിൽ ഇതേവരെ വന്നിട്ടില്ല. കുറെ മാധ്യമങ്ങളിലൂടെ നുണപ്രചരണം നടത്തുന്നു. നുണപ്രചരണം നടത്തുന്നവരെ ഇപ്പൊ തന്നെ കോടതി ഇഞ്ചക്ഷൻ മൂലം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ എസ് എഫ് ഐയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി വന്ന വിവരങ്ങളായി വന്നത് ഒരു സേവനവും നൽകാതെയാണ് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL നിന്ന് 2.7 കോടി രൂപ ഈ പണം ലഭിച്ചത് എന്നതാണ്. അപ്പോൾ അതിൽ വസ്തുതയില്ല എന്നതാണ്. വസ്തുതയില്ല എന്നത് ആ വാദമാണ്, വാദത്തിന്റെ ഭാഗമായി ഉള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്നുള്ളതാണ്. അല്ല, എനിക്ക് തീരെ മനസ്സിലായില്ല. തങ്ങൾക്ക് മതിയായ സേവനം കിട്ടിയെന്ന് കമ്പനി ഉടമ അവിടെ വിറ്റുകൊടുത്തു. ആ കമ്പനി ഉടമയെ പ്രതിയാക്കി. സേവനം കിട്ടിയില്ല എന്ന് കമ്പനി ഉടമ അവിടെ വിറ്റുകൊടുത്താൽ കമ്പനി ഉടമ എന്തിനാ പ്രതിയാക്കുന്നത്? വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് CMRL-ന് സേവനം കൊടുത്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. സേവനം കിട്ടിയെന്ന് കമ്പനിയുടെ ഉടമ പറഞ്ഞു. സേവനം നൽകിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുള്ള വിവരങ്ങളാണ്. സേവനം നൽകിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങ് തുടർന്നോളൂ. പക്ഷേ ഒരു ക്ലാരിറ്റി വേണമല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തുള്ള വിവരങ്ങളെ ഞാൻ പരാമർശിച്ചേ ഉള്ളൂ. 2.70 കോടി രൂപ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വീണ വിജയൻ എക്സാലോജിക് കമ്പനിക്ക് നൽകി. അത് ഒരു സേവനവും ഇല്ലാതെയാണ് എന്ന കണ്ടെത്തലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി വന്നത്. ആ വിവരമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതേക്കുറിച്ച് ഞാൻ ചോദിച്ചു വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വിവരം ഇതുവരെ കിട്ടിയില്ലേ? ഈ പണം ഞങ്ങൾ കൊടുത്തത് 1.72 കോടി രൂപ ഞങ്ങൾ കൊടുത്തത് മതിയായ സേവനം കിട്ടിയിട്ടാണ് എന്ന് അഫിഡവിറ്റ് കൊടുത്തത്. CMRL ഉടമ അഫിഡവിറ്റ് കൊടുത്തത് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? CMRL അഫിഡവിറ്റ് കൊടുത്താൽ ഇരു പാർട്ടികളും തമ്മിൽ ഞങ്ങൾ വളരെ സുതാര്യമായി നടത്തിയ ഒരു ഇടപാടാണ് എന്ന് പറഞ്ഞാൽ സാമാന്യ യുക്തിയിൽ അത് അത്ര എളുപ്പത്തിൽ ദഹിക്കുന്നതല്ലോ. അത് കോടതി നടപടികളിലൂടെയൊക്കെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരട്ടെ. ഇപ്പോൾ ഞാനൊരു ഭാഗം ചേർന്ന് സംസാരിക്കുന്നതല്ല. പക്ഷേ CMRL അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് എക്സാലോജിക് സേവനം എല്ലാം നൽകിയെന്ന് നമ്മളാകെ വിശ്വസിക്കണോ? അതല്ലല്ലോ ഈ കേസിന്റെ അങ്ങയിലേക്ക് വരാം. അങ്ങ് പറഞ്ഞ പോയിന്റിൽ അങ്ങയിലേക്ക് വരാം. അങ്ങ് ഈ പറഞ്ഞ പോയിന്റിൽ കുറെ കൂടി വ്യക്തത ഉണ്ട്. ശ്രീ K. അനിൽകുമാർ, ഇപ്പോൾ ഷോൺ പറഞ്ഞു കേട്ടല്ലോ, താങ്കൾക്ക് സമയം തരാത്തത് നീതിയുക്തമല്ല. പക്ഷേ താങ്കൾ പറഞ്ഞ ആ പോയിന്റിൽ കുറെ കൂടി ക്ലാരിറ്റി വേണം എന്നുള്ളതുകൊണ്ടാണ് ഷോണിനെ ടെലിഫോൺ ലഭിച്ചപ്പോൾ അതിലേക്ക് പോയത്. അങ്ങ് ദയവായി ക്ഷമിക്കുക, അങ്ങേക്ക് തുടരാം. ഇപ്പോൾ എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു കമ്പനി ഞങ്ങൾ പണം കൊടുത്തത് മറ്റൊരു കമ്പനിക്ക് പണം കൊടുത്തത് നിയമപരമായാണ്, ലഭിച്ച സേവനങ്ങൾക്കാണെന്ന് പറയുമ്പോൾ എന്ത് സേവനം എന്തുൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. മാത്രമല്ല ഇത് മുഖ്യമന്ത്രിയെ ഉന്നം വച്ചുള്ളതാണ് എന്ന് മകൾ തന്നെ പറയുമ്പോൾ ഇത് രാഷ്ട്രീയമായി മറ്റൊരു ഭാഗം കൂടി ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഷോൺ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണുമല്ലോ, താങ്കൾക്ക് തുടരാം. മുഖ്യമന്ത്രി വെച്ചാണ് SFIO ഈ റിപ്പോർട്ട് SFIO അല്ല, ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് കേരള മുഖ്യമന്ത്രി എത്ര കാലം മുമ്പ് പറഞ്ഞതാണ്? മുഖ്യമന്ത്രിയോടോ മകളോടോ ചോദിക്കാതെ തനി തോന്നിവാസപരമായ റിപ്പോർട്ട് കേന്ദ്രത്തിലെ BJP സർക്കാർ നിർമ്മലാ സീതാരാമന്റെ ഒരു വകുപ്പുകാർ എഴുതി വെച്ചത് എന്ത് മര്യാദകേടാണ്? അവരോട് ചോദിച്ചോ? അപ്പൊ മുഖ്യമന്ത്രിയുടെ പേര് അതിലേക്ക് വലിച്ചഴിച്ചത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചാണ് എന്ന് CPM-ന്റെ പ്രമേയം നിങ്ങൾ വായിച്ചു കേട്ടില്ലേ? അത് CPM-ന്റെ രാഷ്ട്രീയ നിലപാടല്ലേ? അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അതിൽ കോടതിയിൽ ഒരു മറുപടി കൊടുത്തപ്പോൾ എന്റെ അച്ഛൻ കേരള മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ നിയമപരമായി നടത്തിയൊരു വ്യാപാരത്തെ വ്യവസായത്തെ കടന്നാക്രമിക്കാൻ കള്ളം പറയുന്നു. ആ വ്യാപാരം നിയമപരമാണ്. അതിലേതെങ്കിലും തെറ്റുണ്ടോ? ഈ രാജ്യത്തെ ഒരു നിയമപ്രകാരം ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ഔദാര്യവും എന്റെ സ്ഥാപനം കൈപ്പറ്റിയിട്ടില്ല. ഞാൻ ഇടപാട് നടത്തിയ മറ്റൊരു സ്ഥാപനത്തിന് ഒരു ഇടപാടിനും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഔദാര്യം കൊടുത്തിട്ടില്ല. ഇത്ര ആത്മവിശ്വാസത്തോടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അഫിഡവിറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഞാൻ പറയട്ടെ, കഴിഞ്ഞില്ല. ഈ ചർച്ചയെ കൊണ്ടുവന്ന ആളിനോട് ഈ ചർച്ച വന്ന ആളിനോട് വാ പൂട്ടാൻ കോടതി ഉത്തരവിട്ടിട്ടില്ലേ? ഇദ്ദേഹം ഇങ്ങനെ അപവാദ പ്രചരണങ്ങൾ നുണ പറയുന്നുവെന്നും അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് അപമാനിക്കുന്നുവെന്നും കോടതി കേസ് വന്നപ്പോ ഹൈക്കോടതിയിൽ ഇദ്ദേഹം കേസ് പിൻവലിച്ച് ഓടി. എന്തിനാ? മിനിങ്ങാന്ന് ഹൈക്കോടതിയിൽ നിന്ന് വാലും ചുരുട്ടി ഓടിയ ആളുകളാ ഇവര്.
ഇവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അവിടെ വിറ്റ് മറ്റത് മറിച്ചത് പറഞ്ഞ് ചർച്ചയാക്കുകയാണ്. ശരി, നിങ്ങളെപ്പോലുള്ളവർക്ക് വസ്തുത മനസ്സിലായാലും നിങ്ങൾ വളച്ചൊടിക്കും, പച്ച കള്ളങ്ങൾ എഴുന്നള്ളിക്കും. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു ചോദ്യം ചെയ്യാനില്ല ഈ നാട്ടിലെ ഒരു അന്വേഷണ ഏജൻസിക്കും. കാരണം ശരി, ഒരു ചുക്കും ചെയ്യാനില്ല എന്നാണ് CPM നിലപാട്. CMRL-മായി ബന്ധപ്പെട്ട ഇടപാടുകൾ അത് സുതാര്യം, നിയമപ്രകാരം എന്താണ് മുഖ്യമന്ത്രി മകൾ വീണ വ്യക്തമാക്കുന്നത്.